രാത്രിയിലിരുന്ന് പാക്ക് പൊളിച്ച് കഷ്ടപ്പെടുന്ന അമ്മ. നേരത്തെയൊക്കെ ഇനി ഇരിക്കണ അത് ഉണങ്ങിയത്. ഇതിപ്പോ പച്ചപ്പാക്കാണ് കേട്ടോ. ഇന്ന് തേങ്ങ വെട്ടാൻ വന്നപ്പോഴേ തേങ്ങ വെട്ടാൻ ആള് വന്നു. ആ ഓലയൊക്കെ വെട്ടിയിട്ടേക്കണം. എന്തിനാ 10-40 രൂപ കൊടുക്കണ്ട ഒരു ചൂലിന്. എനിക്ക് രാത്രി പകല് ജോലി നടക്കൂലോ, പകല് അടുക്കളപ്പണിയും അങ്ങനെയുള്ള. രാത്രിയിൽ ഇതൊക്കെ നടക്കും. പണ്ട് കണക്ക് കൊടുത്തിട്ട് പാക്ക് കുറച്ച് നമ്മള് കൊണ്ട് കൊടുക്കും. ഞങ്ങള് കൊണ്ട് കൊടുക്കുമായിരുന്നു ചന്തയില്. എന്നിട്ട് ഇത് ഉണങ്ങുന്നോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും ഈ പാക്കിനെ നോക്കി. പക്ഷെ നല്ല പൈസ കിട്ടും. പിന്നെ ഇത് എന്റെ അച്ഛൻ ഇപ്പം പച്ച ചെന്ന് തിരക്കി. പച്ചക്ക് 150 രൂപ. മെയിൻ സംഭവം പൈസ ഇല്ലാത്തപ്പോ മെയിൻ സംഭവം ഇതൊക്കെ തന്നെ. പാക്ക് പറക്കുക, പിന്നെ കുരുമുളക് പറക്കുക. പാക്ക് വരെ ഉള്ളു. പാക്ക് വരെ അടയ്ക്കാവരെ ഒരടയ്ക്കാവരെ ഉള്ളു. അടിയമായി ഇത്രയും ഇത് കിട്ടണേ. അതുകൊണ്ട് ഉണങ്ങിയതും ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണങ്ങിയത് എന്തിയമ്മ? ഇപ്പൊ കേറാൻ ആളിനെ കിട്ടൂല, അതാണ് ബുദ്ധിമുട്ട്. ഇതേണ്ട ഈ കാണുന്നതുണ്ടോ, ഇത് ഉണങ്ങി ഇരിക്കണതാണ്. ഇത് ഈ തോട് മാത്രം ഒന്ന് പൊളിച്ചെടുത്താൽ മാത്രം മതി. പക്ഷെ ഒത്തിരി ഉണങ്ങി ഇതാവുന്നതിന് മുമ്പേ കൊണ്ട് കൊടുക്കണം. വെയിറ്റ് കുറയും. ഇതിന്റെ വെയിറ്റ് കുറഞ്ഞു. ഇതിപ്പോ ഒത്തിരി നാളായോണ്ട്. പക്ഷെ പൊളിച്ചു വെച്ചിരുന്ന എളുപ്പം ഉളുമ്പ് കയറും. പണ്ട് രാത്രി എന്തായിരുന്നു അറിയാവോ? പക്ഷെ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല. നിങ്ങളൊക്കെ കൊച്ചുനാളില്, നമ്മളെ കൊച്ചുനാളില് അന്ന് ഈ റബ്ബറുങ്ക നമ്മള് സ്കൂൾ വിട്ട് വന്ന അപ്പോഴേ ഒരു സഞ്ചി എടുക്കുക, പോവുക തോട്ടത്തിൽ പോയി ഒരു ചാക്ക് നിറച്ചാണ് പറക്കേണ്ടിരുന്നത്. പറക്കേണ്ടി വന്നിട്ട് കുരു വേറെ, മറ്റേത് തോട് വേറെ. അത് തീയ എന്നിട്ട് രാത്രി കുത്തിന്ന് തല്ലും. തല്ലിയിട്ട് ചന്തയുടെ തരയ്ക്കുന്ന ദിവസമായിരിക്കും തല്ലുന്നത്. തല്ലിയിട്ട് അമ്മ ഒക്കെ നിരത്തി ഇങ്ങനെ വെക്കും. വെച്ചിട്ട് രാവിലെ പറക്കൊണ്ട് പോകും. ചന്തയിൽ കൊണ്ട് കൊടുക്കും. 5 ചന്തയിൽ കൊണ്ട് കൊടുക്കും. ചന്തയിൽ കൊണ്ട് കൊടുത്തിട്ട് ഇഷ്ടംപോലെ മീനും പലഹാരവും ഞങ്ങൾ പറഞ്ഞുവിടും. നമ്മള് റബ്ബറേജ് പറക്കുന്നതേ ഞങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ടാ. ഞങ്ങളുടെ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള പരിപാടി ഈ കുരുമുളക് കൊണ്ട് കൊടുക്കുന്നത്, ഈ അടയ്ക്ക പാക്ക് കൊണ്ട് കൊടുക്കുന്നത്, അതൊക്കെ നമ്മള് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഊഞ്ഞാലിടും. അമ്മയൊക്കെ തിരുവ ഉണ്ടാക്കും. പിന്നിൽ ഈ സ്റ്റീലിന്റെ ഒക്കെ തിരുവ ഇറങ്ങിയത്. അന്നൊക്കെ തിരുവ ഉണ്ടാക്കുക. ഈ തിരുവെന്ന് പറയുന്നത് മറ്റേ നമ്മള് ചോറും കലയും ചൂട് ചോറും കലയും ഒക്കെ വെക്കുമല്ലോ ഇങ്ങനെ തിരുവ. അതുപോലെ വേറൊരു സാധനം ഉണ്ട്, ഉറിയിട്ടുന്ന വീടൊക്കെ കെട്ടിട്ട് ഇല്ലേ വാ. അല്ല ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ കെട്ടിയിട്ടില്ലെന്ന് ഉറി. കളങ്ങാട്ട് വീട്ടിൽ ഉണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. ഉറി എന്നൊക്കെ അറിയാവോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഒക്കെ അറിയാവോ ഉറി കെട്ടുക എന്ന് പറയും? അതായത് അത് എന്തിനാ വെക്കുന്നതെന്ന് അറിയാവോ? ഈ പൂച്ചയൊക്കെ രാത്രി കയറുമല്ലേ, ഈ സാധനം ഒന്ന് കട്ടെടുത്ത് തിന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റേ കഴക്കോലിനകത്ത് ഉറി കെട്ടി ഇങ്ങനെ തൂക്കിയിടും. അതിനകത്ത് മെയിനായിട്ട് നിന്ന കഞ്ഞി, ചോറ്, മീൻ കറി, കറിയൊക്കെ എടുത്ത് ഉറിയില്ല. അത് ഈ ഓടിട്ട വീടുകളിൽ മാത്രമേ അതൊക്കെ ഉള്ളൂ. ഞങ്ങളെ അമ്മയൊക്കെ സത്യം പറഞ്ഞ മീൻകറിയൊക്കെ എടുത്ത് ഒരു ചരുവം വെച്ച് കമത്തി അതിന്റെ മണ്ടേ വലിയ പാറക്കല്ലും പിടിച്ചു വെച്ചിട്ട് പൂച്ച എതിലെ കൂടെ ആണെങ്കിലും പൂച്ച കയറും. ഈ വീട്ടിലായിരുന്നെങ്കിൽ ഓടിട്ട വീട്ടിൽ ഇഷ്ടംപോലെ പാമ്പും കയറും. പണ്ട് പാമ്പ് കയറുമായിരുന്നു, ഇഷ്ടംപോലെ പാമ്പ് കയറും. ഞങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കട്ടിന്റെ അടിയിലും ഇതിനകത്തൊക്കെ ടോർച്ചും ലൈറ്റും ഒക്കെ അടിച്ചിട്ടാണ് നമ്മൾ കിടന്നത്. എത്രയോ ദിവസം പാമ്പ് കയറും. ഞാൻ എന്നോ മിക്ക ദിവസം പാമ്പിനടിച്ചല്ലോ കഴിഞ്ഞു. ചെറിയ പാമ്പുണ്ടല്ല, ചുരുട്ടാണ് കഥ. ചെറിയ പാമ്പുകൾ കയറി വരും. അത് തോനെ നമുക്ക് അടുക്കള തേച്ചിട്ടില്ലായിരുന്നല്ലോ, അടുക്കളയിൽ കൂടെ ആയിരുന്നു തോനെ കയറി വരുന്നത് മിക്കവാറും രാത്രിയിലും. അതിപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട്, തേച്ചിട്ടില്ല. മൺകട്ട കണക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു സൈഡ് ഇത് ഞങ്ങളുടെ ഹാളായിരുന്നു. ഇത് ഹാള്, ഇത് അച്ഛൻ്റെ അമ്മേന്റെ മുറി. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലേ, ഇത് ഞങ്ങളുടെ റൂമായിരുന്നു, എൻ്റെ അവൻ്റെ റൂമായിരുന്നു. ഇവിടെ ആയിരുന്നു TV ഒക്കെ വെക്കുന്നത്. ഞങ്ങളുടെ ഒരു സോണിയുടെ ഒരു TV, അത് മേലെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. TV ഇവിടെ വയ്ക്കും. ഇവിടെ പൂജാമുറി. ഒരു പ്രാവശ്യം രാത്രി ഭയങ്കര ഒരു മഴയത്ത് ഇതിൻ്റെ കൂരയെല്ലാം പൊട്ടിയായിരുന്നു, ഓടെല്ലാം പൊട്ടിപ്പോയി മഴയത്ത്. അന്ന് ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ടങ് ഷീറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരുന്നു കിടന്നുറങ്ങുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. ഫുള്ള് മഴ പെയ്ത് വെള്ളവും കയറി ഇങ്ങനെ കിടക്കുമായിരുന്നു. വേറെ അങ്ങ് പോയിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഈ വീട് ശരിയാക്കി പണിഞ്ഞു. എന്തൊരു കഷ്ട ഇതല്ലേ. പക്ഷെ പണ്ടത്തെ എന്തോരം മാറി. പിന്നെ അന്നും ഇന്നും നമ്മള് ഇതില് വന്ന് ഇത് ഓടിട്ടിട്ടില്ലായിരുന്നു ഈ വീട്. ഓലയായിരുന്നു. സത്യം പറഞ്ഞ മഴ പെയ്താൽ പേടിയായിരുന്നു. ആ സമയത്ത് ഓല കെട്ടാൻ താമസിച്ചു കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളം പുറത്തു പോകത്തില്ല. ഈ ഉണക്കാകുമ്പോ ഫുള്ള് മൊത്തം അടിച്ച് പിന്നിപ്പോവും. ഈ സമയത്താണ് ഓല കിട്ടുന്നത്. ഈ നല്ല ഉണക്ക സമയത്താണ് ഓല കിട്ടുന്നത്. ജൂണൊക്കെ വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ മേടിച്ച് നമ്മള് 1 വർഷം ആയപ്പോഴത്തേക്ക്
പഴയ ഓടെല്ലാം വീട് എനിക്കും അത് ഓർമ്മയില്ല. ഓലയൊന്നും നിനക്ക് ഓർമ്മയില്ല. നിനക്ക് ഇവിടെ വരുന്നത് 2 വയസ്സിൽ നമ്മളിവിടെ വരുന്നത്. നിനക്ക് 2 വയസ്സും അവന് 3 വയസ്സും ഉള്ളപ്പോഴാണ് ഇവിടെ വരുന്നത്. എനിക്ക് 18 വയസ്സ്. അപ്പം ഇപ്പൊ കാണുന്ന പോലുള്ള ഫെസിലിറ്റീസോ സംഭവമൊന്നും ഇല്ല. വയ്യാണ്ടായാൽ ഒന്നെങ്കിൽ ഓട്ടോ പിടിച്ച് പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി വിളിച്ചോ അല്ലെങ്കിൽ നടന്നോ. നമ്മുടെ അമ്മാമ്മയുടെ ഒക്കെ വീട്ടിലാണെങ്കിൽ അവിടുന്ന് നടന്ന് ആ റൂട്ടിൽ പോകണമെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. വയലിൽ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി നടന്നാണ് ആശുപത്രിയിലൊക്കെ പോണത്. എനിക്കാണെങ്കിൽ മിക്ക ദിവസം പനിയായിരുന്നു. പക്ഷെ നിനക്ക് ഓർമ്മയായത് പിന്നെ വണ്ടിയൊക്കെ ഉണ്ടല്ലേ? എനിക്ക് ഓർമ്മ വെച്ചപ്പോഴത്തേനും അച്ഛന് ബൈക്കുണ്ട്. ആദ്യം ഒരു KB100 ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്പ്ലെൻഡർ. ആദ്യമേ ബൈക്കായിരുന്നു. ആദ്യത്തെ ഒരു കാറും എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു Fiat Uno. ആ വണ്ടിയാണെങ്കിൽ ഭയങ്കര ഒച്ചയാണ്, ഭയങ്കര സൗണ്ടാണ്. ഇവിടുത്തെ ഉള്ള ആൾക്കാർ ഇവിടെയൊക്കെ ശകടോ എന്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യായിരുന്നു ഈ വണ്ടീനെ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണരും. ഈ ഭയങ്കര സൗണ്ടായിരുന്നു വണ്ടിക്ക്. ഞങ്ങൾക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി. അത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ മിക്ക ദിവസവും വഴി കിടക്കുവേ. ഇത് ഞങ്ങൾ ഒരു ദിവസം ഈ കുരുക്ഷേത്ര സിനിമ കാണാൻ പോയി. അത് വേറൊരു കാറ്, മറ്റേ ഇല്ല കാറ്, ആദ്യം എടുത്ത കാറായിരുന്നു. അതുതന്നെ ഞാൻ പറയുന്ന ആ കാറിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നമ്മുടെ കാറിൽ നമ്മൾ സിനിമയ്ക്ക് പോകണേ നമ്മുടെ സ്വന്തം വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ സന്തോഷവും ഹാപ്പിനെസ് ഭയങ്കര. പക്ഷേ ഈ വണ്ടിയാണെങ്കിൽ ഭയങ്കര പണിയാണ്. ഞങ്ങൾ ആയൂര് വെച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആയൂര് ആ സിഗ്നൽ അങ്ങോട്ട് കഴിഞ്ഞ് ഹമ്പക്കൂട്ടി ചാടി കിട്ടുക്കോന്നൊരു സൗണ്ട് കേട്ടിട്ട് ഇതിൻ്റെ ഏതാണ്ടൊരു സാധനം ഒടിഞ്ഞ് വീണിട്ട് അവിടെ അങ്ങ് നിന്ന് അച്ഛൻ പോയി വർക്ക്ഷോപ്പിൽ പോയി ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് റെഡി ആക്കിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയി. സിനിമ പകുതിയായി അങ്ങനെ ഞങ്ങൾ പോയി കണ്ട്. പക്ഷെ അന്ന് അതൊന്നും ഓടിക്കാനുള്ളതൊന്നും ആയില്ലായിരുന്നു. എനിക്ക് 5-ാം കണ്ടാന്ന് തോന്നുന്നു. 4-5 കണ്ട നല്ല വണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ടായിരുന്നേ അത് കൊടുക്കത്തില്ലായിരുന്നു. ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു. ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചേക്കായിരുന്നു. അത് എവിടെയാണ് ധാരയില്ല അമ്മ കൊടുത്ത ആ വണ്ടി. അമ്മ ആ വണ്ടി ആർക്കമ്മ കൊടുത്തേ? അച്ഛാ അത് പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചു മേടിക്കും കേട്ടോ, നോക്കട്ടെ. അച്ഛാ നമ്മളെ ആ കാർ ആർക്കച്ചാ കൊടുത്ത? നമ്മുടെ പഴയ യുനോ അത് ആർക്കാ കൊടുത്ത? വല്ല ഓർമ്മയുണ്ടോ? ഇല്ല, എക്സ്ചേഞ്ച് ചെയ്താണോ? ഏത് വർഷമെങ്കിലും ഓർമ്മയുണ്ടോ? ഷോറൂമിൽ കൊടുത്തല്ലേ? എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് തപ്പി എടുക്കാമായിരുന്നു. ആ വണ്ടി പോയി ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാം. വണ്ടി മേടിച്ച് ഈ വണ്ടി പർച്ചേസ് ചെയ്ത് ഡേറ്റ് വെച്ച് കാണുമായിരിക്കും. ഇത്രയും വർഷമായില്ലേ? വേണമെങ്കിൽ ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എനിക്കത് ഇപ്പം അങ്ങ് കയറി ഹിറ്റ് അടിച്ചേട്ടാ ആ സാധനം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ മേടിക്കാം. ഈ കാറ് മേടിച്ചപ്പം അത് എക്സ്ചേഞ്ച് അടിച്ചതാ. അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത ആള് നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചോദിക്കായിരുന്നു. പക്ഷെ ഇത് വണ്ടി ഷോറൂമിൽ കൊടുത്ത് എക്സ്ചേഞ്ച് അടിച്ചോണ്ടേ പാടായിരിക്കുന്നു. നോക്കട്ടെ. കൊട്ടാരക്കര. ഹേ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞങ്ങൾക്കൊരു കാറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങളുടെ പഴയ ഒരു വണ്ടി ഉണ്ട്, അത് എവിടാന്നൊന്നും അറിയില്ലെന്ന്. അതിന്റെ നമ്പർ പ്ലേറ്റ് മാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്ന് എടുത്തുണ്ടോ ഇപ്പൊ? പരിവാഹനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. RT ഓഫീസിൽ പോയി നമ്പർ കാണിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഒന്നെങ്കിൽ ആ വണ്ടി റീടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, റെക്കോർഡിൽ വന്നിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ ആ വണ്ടി പൊളിച്ചു വിറ്റു, അല്ലെങ്കിൽ എവിടെയോ കിടപ്പുണ്ട്. ഏതോ ഒരു സിനിമയ്ക്കകത്തൊരു പഴയ ബുള്ളറ്റ് ഇറക്കി പോയാണ്. അതാ, ആ വണ്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഈ ബുക്കില് സകല റെക്കോർഡ്സും ഉണ്ട് കേട്ടോ. വണ്ടി മേടിച്ചത്, വണ്ടിയുടെ ഫിനാൻസ് അടച്ചത് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. നല്ല പഴക്കമുണ്ട്. സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ കീറിഞ്ഞ് വരും. നമ്മ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേട്ടോ ഇവിടുത്തെ. എല്ലാ കണക്കുകളും എഴുതി വെച്ചേക്കാണ്. നവംബർ 15-ാം തീയതി മുതൽ CC മറ്റേ JC അന്ന് 51,000 വെച്ച് അടക്കണം കേട്ടോ ഒരു മാസം. കാറിന്റെ മറ്റേ 52 കാർ എടുത്തേട്ട CC 11 വെച്ച്.
ഇത് രണ്ടാമത് ഫിനാൻസ് എടുത്ത് അതിന്റെ ടിക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഒരു വീട് വയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ ലോൺ എടുത്തായിരുന്നു JC ഇവിടെ വെച്ചിട്ട്. അവിടെ തന്നെ ആ കമ്പനി തന്നെ ശ്രേയ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. അവിടെ തന്നെ ലോൺ എടുത്തു. ഞാൻ ഇവിടെ ഒന്നും അല്ല, ഞാൻ വണ്ടിയിലെടുത്ത ആ വണ്ടി മേടിച്ച സമയം ഡേറ്റ് വെക്കുക. JCB എടുത്തത് 20/9/2010. അപ്പൊ അതിന് മുമ്പാണ് മേടിച്ചത്. എല്ലാത്തിന്റെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ആദ്യമില്ല ക്യാമറ മേടിച്ചു തന്നതിന്റെ അടവാണത്. 3500 രൂപ വെച്ചിട്ട് 3560 രൂപ വെച്ച് ഒരു മാസം. അന്ന് ലൊക്കം പൈസ കൊടുത്തെടുക്കാൻ പൈസ ഇല്ലായിരുന്നു. 3 വർഷം അടച്ചു കേട്ടോ അത്. 2017, 18, 19 വരെ. ഈ സമയം കൊറോണയായി, പിന്നെ എല്ലാം ഒരുമിച്ച് അടച്ചു. എന്നാലും എന്റെ കുട്ടാ നീ എവിടാ മകനെ തിരിച്ചു വരൂ. കാണുന്നില്ല. അച്ഛൻ ആരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഇപ്പൊ വേറൊരാൾക്കുള്ള പേരില് രജിസ്റ്റർ ആയതിനു ശേഷം വണ്ടി കൊടുക്കാവൂ. അങ്ങനെയൊക്കെ വന്നത് അല്ലേ? പിന്നെ അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലേ. വണ്ടി കൊടുക്കുന്നത് നമ്മളൊരു പത്രത്തില് എഴുതി മേടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെന്റ് എഴുതുന്നു, എഴുതിയിട്ട് നമ്മളത് വെക്കുന്നത്. നമുക്ക് അന്ന് പരിമിതി അതൊക്കെ ഉള്ളു. നമുക്ക് ഏതായാലും ഒരു വണ്ടി ഞാൻ ആദ്യം മേടിക്കുന്ന KB100 ഇപ്പൊ കിട്ടിയ സാധനം പോയി കാണാൻ പോലും ഇല്ല. അപ്പൊ അത് നമ്മള് അന്ന് തുച്ഛമായ പൈസക്ക് അതൊക്കെ കിട്ടി. അന്ന് ഞാൻ 7000 രൂപ ഒന്ന് വിലയുണ്ട്. നമ്മൾ ഇന്നത്തെ കണക്കല്ല. നമ്മളെ കാര്യം അന്ന് കൂലിവേലയ്ക്ക് പോയ 200-250 രൂപ നമ്മളൊരു വണ്ടി ഓടാൻ പോയാൽ തന്നെ ഒരു നമുക്ക് കിട്ടും. ടിപ്പർ ഓടിക്കാൻ പോയാൽ അതൊക്കെ കിട്ടും. ആ ഒരു കാലഘട്ടത്തിൽ 7000 രൂപ കൊടുത്താണ് ഒരു 2 വീലർ മേടിക്കുന്നത്. അത് ഇതുപോലെ എന്തോ പെട്ടുപോയെന്ന് തോന്നുന്നു. പെട്ടുപോയി. അതും എന്തോ ഏതോ കൂട്ടുകാരെ എടുത്തോണ്ട് പോയിട്ട് പോലീസിന് കൊടുത്തു. വള്ളിക്കെട്ടായി അത് പോയി. പിന്നെ നോക്കാൻ പോയില്ല. ഈ വണ്ടി ഇനി വല്ല വള്ളിക്കേസിൽ കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒത്തിരി നാളായില്ലേ, യാതൊരു ടച്ചും ഇല്ലല്ലോ. കിട്ടിയപ്പോ ഒരു എഞ്ചിനീയർ ആയിരുന്ന വണ്ടിയാണ്. നമ്മുടെ കൂട്ടുകാരൻ ലാലു എഞ്ചിനീയർ എന്ന് പറയുന്നത്. പുള്ളി അങ്ങനെ ഞാൻ ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടി വേണം. അന്നത്തെ 80,000 പുതിയതെടുക്കായിരുന്നു. മാസത്തിൽ നമുക്ക് വരുമാനം സ്വന്തമായിട്ട് JCB ഇല്ല, ജോലി അങ്ങനെ അച്ഛൻ കൂലിക്ക് ഓടാൻ പോയില്ലേ. അപ്പൊ പറ്റത്തില്ല. എങ്ങനെയൊക്കെ എല്ലാം കൂടെ ഒക്കെ നുള്ളി പറക്കി 80,000 രൂപ അതങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമ്മളെങ്ങും അങ്ങനെ പോവാനായിട്ട് പറ്റത്തില്ലല്ലോ. കുറച്ചൊന്നും ഇതായി കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിൽ ഒന്നും പോകാൻ പറ്റത്തില്ല. എല്ലാരും കൂടെ ഒരു ബൈക്കിനാണ് പോണ. ഞാനാണെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ കിടക്കും. ഞാൻ എനിക്കങ്ങ് ഇത് വേന എടുക്കും. ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയാണ് പോയി ഈ കാർ മേടിക്കുന്നത്. എന്നിട്ട് പറയാം കുനിയാൻ പറയും. കുനിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കും. ഞാൻ എത്ര മണിക്കൂർ കണക്കിന്. കൂടുതൽ ദൂരം പോണത് അമ്മാമ്മയുടെ അവിടെ പോകും, അത്രേ ഉള്ളു. അവിടം വരെ ഞാൻ ഇങ്ങനെ ഇരിക്കണം. ഒരു ദിവസം ചെരുപ്പ് ഊരിപ്പോയി, ഞാൻ മിണ്ടിയില്ലേ. നമ്മളെ ഈ ഇങ്ങോട്ട് കയറി വരുന്ന റോഡ് കോൺക്രീറ്റ് ഒന്നും ഇല്ല. അന്ന് മൊത്തവും കുഴിയായിരുന്നു. പാരാത്രി എവിടെയെങ്കിലും പോയിട്ട് വരും, ആ കുഴി ഇവര് 4 റോഡ് അവിടെ കിടക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. പിന്നെ JCB ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വാടകയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ ഓണറും നമ്മളെ കൂട്ടുകാരനായി തിരിഞ്ഞ് ഞങ്ങളെ സിനിമ കാണാൻ പോയി ഓർമ്മ. ഞാൻ അത് പറഞ്ഞു ആ കഥ ഞാൻ പറഞ്ഞു. കുരുക്ഷേത്രം കാണാൻ പോയത് ഓടിഞ്ഞു വീണ വണ്ടി സാധനത്തിന് താരം ഊരിട്ട് പോയി. ഇച്ചിരി താമസിച്ചെങ്കിലും നമ്മള് പോയി. അത് ആയൊരു ഹമ്പ് മറ്റേ അത് ചാടിയപ്പോഴായിരുന്നു സൗണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ പറയുന്നതിന് ഞങ്ങള് പിന്നെ തൃശ്ശൂർ പിന്നെ ഇവിടെ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട്. ആ വണ്ടി ലോങ് പോയിട്ടുണ്ട്. നല്ല വണ്ടിയായിരുന്നു. മൈലേജും ഉണ്ട്. സജീവണ്ണ വിളിക്കാൻ പോകുന്ന അതിലായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്ര വട്ടം പോയി. വേറെ വണ്ടി ഇല്ലല്ലോ നമുക്ക്. അവർക്കും വണ്ടിയില്ല, നമുക്കും വണ്ടിയില്ല. ഈ വണ്ടി മാത്രമേ ഉള്ളൂ. വണ്ടി നല്ല പണിയായിരുന്നു താറ്. അപ്പോൾ അതിൻ്റെ ക്ലച്ച് സാധനങ്ങളൊക്കെ മാറിയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് വരാൻ പോവാണ്. വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ കേട്ടോ. ഗിയറുണ്ട്. ഗിയർ സ്റ്റാർട്ട് ചെയ്തേ. ടയേഴ്സ് എല്ലാം മൊത്തം എഴുതി കിടക്കുക. പൊട്ടിച്ച് നോക്കുന്നു. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ.
വണ്ടി ഇപ്പം എങ്ങനെ ഉണ്ടോ ഓടിച്ച് നോക്കിയിട്ട്? വണ്ടി ഇപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയല്ലേ? ക്ലച്ചൊക്കെ ക്ലച്ച് വെക്കായി ഉണ്ടല്ലോ, ചവിട്ടുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ടയറെല്ലാം മാറിയേ പറ്റൂട്ടോ. ഞാൻ തൽക്കാലം ഇപ്പോഴത്തേനും എല്ലാം മാറുന്നില്ല, കാരണം ഒരു ടയറിന് തന്നെ ഏകദേശം ഒരു 10,000 അടുപ്പിച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ എല്ലാം ചടിപിടിയൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ള് ഓടി മുട്ടയായി പഞ്ചറാവട്ടെ, എന്നിട്ട് നമുക്ക് മാറാം. ഒരു സാധനം തരാം, ഞങ്ങൾ തപ്പി പറയും. നീ എന്തായാലും നീ വണ്ടിയെ പറ്റി തിരക്കി അതിന്റെ കാര്യങ്ങൾ ഞാൻ തരാം. ഇത്ര സാധനം നമ്മളെ കയ്യിലുള്ളൂ. വണ്ടിയുടെ കീ, അത് ഇത് ഒറിജിനൽ കീയേ, ഒറിജിനൽ കീ അല്ലേ? വണ്ടിയുടെ കീ സഹിതം ഉണ്ട്, പക്ഷെ വണ്ടി ഇല്ല. വേണ്ടേ താക്കോല് കിട്ടിയടാ. അത് മാത്രമല്ല നോക്കുന്നത് എല്ലാം ഉണ്ട്. ഓണർ ഹാൻഡ് ബുക്ക്, പണ്ട് ഓണർ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. വേണ്ടേ, ഇത് വണ്ടീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് വണ്ടി വെച്ചത് വണ്ടി, പക്ഷെ നമ്മുടെ കളർ ഇതല്ല, കളറാണ്. കണ്ടോ, പണ്ട് ഇതുപോലെ ആയിരുന്നു. വണ്ടി മേടിക്കുമ്പോ മീറ്റർ എല്ലാ കാര്യം എഴുതി വെക്കുക. അത് ഇത് ഫോണ് നമ്മളൊരു മൊബൈൽ മേടിക്കുമ്പോഴും ഇതുപോലെ ആയിരുന്നു. മൊബൈലിന്റെ ബുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊക്കെ കാണുന്നത് 9/5/2000 വണ്ടി ഡെലിവറി എടുത്തത്. അതായത് ഞാൻ ജനിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇത്രയും സാധനം കൂടെ. ഇത് ബാറ്ററിയുടെ വാറണ്ടി. അന്നത്തെ ആ വാൾട്ടറി വണ്ടിയുടെ വാറണ്ടി ഞങ്ങളുണ്ട്. പിന്നെ ഇത് RCUന്റെ കോപ്പി, RCUന്റെ കോപ്പി അല്ലേ? ഇതിനകത്ത് എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ എല്ലാം ഉണ്ട്. ഇത് നമ്മള് അന്ന് 50 രൂപ പത്രം. ഇത് പ്രസന്നകുമാർ എന്റേതാണ്, ഞാൻ വണ്ടി മേടിക്കുന്നത്. പുള്ളിയുടെ മേടിച്ചതിന്റെ ഒപ്പാണ്. അങ്ങനെയുണ്ടോ? അന്ന് ഇതാണ് 50 രൂപ പത്രം മേടിക്കും, ഇതാണൊക്കെ എഴുതും. വണ്ടിയുടെ വില കാണുമല്ലേ? അന്ന് അച്ഛൻ വണ്ടി മേടിച്ച വിലയാണ് കേട്ടോ. 87,000 രൂപയ്ക്കാണ് അച്ഛൻ വണ്ടി മേടിച്ചതെന്ന്. ചേസ് നമ്പറെ കൊണ്ടച്ചോ, ചേസസ് നമ്പർ 203302. ഓക്കെ ഗൈസ്, വണ്ടിയുടെ RC ബുക്കിന്റെ കോപ്പീസ് ഒക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൊച്ചൂരെ താക്കോലം കൊടുത്തേരെ. അപ്പോൾ മര്യാദയ്ക്ക് വണ്ടി എവിടെ താക്കോല് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എവിടെയെങ്കിലും ഈ സാധനം സ്ക്രാപ്പിൽ പൊളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇത് കണ്ടുപിടിച്ചോണ്ട് വരും. ശരിയാ, താക്കോല് ഇല്ലേ? ഇത്രയും സാധനം കിട്ടിയിടേ നമുക്ക്. അപ്പൊ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റൂന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. 2015 വരെ അതിന്റെ ടെസ്റ്റിന്റെ വാലിഡിറ്റി ഉള്ളായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്ര വർഷമായി. അല്ല, അപ്പോഴേ വേറെ കാര്യമുണ്ട്, ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ല. ഒരു ടെസ്റ്റും വണ്ടി 2020 വണ്ടിയിൽ അല്ലല്ലേ, 2000 വണ്ടിയാണ്. 2015 അതോടുകൂടി തീർന്നു. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമേ ചെയ്തിട്ടില്ല. ഒന്നുകിൽ വണ്ടി അങ്ങനെ സ്ക്രാപ്പിന് പോയിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂരായിരിക്കും, തിരുനെൽവേലിയിലായിരിക്കും പോയത്. വണ്ടിയുടെ ചേസ് നമ്പർ ഉണ്ടെങ്കിൽ അത് അവിടെ പൊളിച്ചിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഓണറെ പറ്റിയുള്ള ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. പൊളിക്കാൻ പോണെങ്കിൽ ഇപ്പം നിയമം അനുസരിച്ച് പിന്നെ RTRPC വിവരം അറിയിപ്പിച്ചിട്ടേ കൊടുക്കാവൂ. എന്തായാലും അത്രേ ഉള്ളൂ. തിരുവടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.